ശ്രീ ആർ എസ് ശശികുമാർ, നിങ്ങളെ സംബന്ധിച്ച് ഒരേ സമയം സന്തോഷവും നിരാശയും ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണോ രാഷ്ട്രപതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഴിമതി കുറ്റം തെളിഞ്ഞാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കേണ്ടതില്ല ഇനി. അപ്പുറത്ത് ഗവർണറുടെ അധികാരങ്ങൾ കുറയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ അതവിടെ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്താണ് പ്രതികരണം? അല്ല, ഈ നമ്മുടെ ലോകായുക്ത ബില്ല് രാഷ്ട്രപതി അംഗീകാരം നൽകാൻ തീരുമാനിച്ചതായിട്ടൊരു വാർത്ത കണ്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു, ഗവർണർക്ക് തിരിച്ചടിയാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് നിയമസഭ വളരെ കാര്യക്ഷമമായി ചർച്ച ചെയ്ത് പാസ്സാക്കിയ നിയമത്തിനെയാണ് ഗവർണർ താമസിപ്പിച്ചതെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഞാൻ കാണുന്നത് ഗവർണർക്കല്ല തിരിച്ചടി. ഈ നിയമം ഇവിടെ നടപ്പിലാകുന്നതോടുകൂടി ജനങ്ങൾക്കാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സാധാരണക്കാരന് അഴിമതിക്കെതിരെ, തൻ്റെ ആവശ്യത്തിന് വേണ്ടി സർക്കാരിൻ്റെ കാണിക്കുന്ന അഴിമതിക്കെതിരെ യാതൊരു ചെലവും കൂടാതെ നേരിട്ട് കോടതിയിൽ ചെന്ന് വാദിക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ലോകായുക്ത. 1999 ആ നിയമം നടപ്പിലാക്കിയപ്പോൾ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെ, അധികാര ദുർവിനിയോഗത്തിനെതിരെ ആർക്കും സമീപിക്കാമെന്നുള്ളൊരു സ്ഥാപനമാണ് ലോകായുക്ത. 99 ആ നിയമം പാസ്സാക്കിയപ്പോൾ ഇവിടെ ലോക്പാൽ നിയമമെല്ലാം ഉണ്ട്. ലോക്പാൽ നിയമമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വളരെ കടുകെട്ടിയായിട്ടുള്ള നിയമം വേണമെന്ന് പറഞ്ഞത് അന്നത്തെ CPM സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. അന്ന് മുഖ്യമന്ത്രി നായനാരായിരുന്നു. നമ്മുടെ ലോകായുക്ത നിയമം മറ്റ് സംസ്ഥാനം നായനാർ സർക്കാരാണ് കൊണ്ടുവരുന്നത്. അന്ന് പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ച് യോജിച്ചാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞ, നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞ എന്തായി അടുത്ത കാലത്ത്, കേരളത്തിന് അഭിമാനമാണ് ലോകായുക്ത. ഇത് കുരയ്ക്കുക മാത്രമല്ല കടിക്കുകയാണ്. പക്ഷേ സ്വന്തമായിട്ട് കടിയേറ്റുമെന്ന് കണ്ടപ്പോഴാണ് നിയമം മാറ്റിയത്. അല്ലാതെ എന്തിനാണ് ഈ ലോകായുക്ത നിയമം മാറ്റിയത്? 99 കൊണ്ടുവന്ന നിയമം അപ്പോൾ അപ്പലേറ്റ് അതോറിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ മാറ്റുകയാണെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി ആരാകണം? ഇത് ക്വാസി ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ബോഡിയാണ് ലോകായുക്ത. ആ ക്വാസി ജുഡീഷ്യൽ അധികാരമുണ്ട്, സിവിൽ കോടതിയുടെ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രയൽ കോർട്ടിൻ്റെ ഒരു വിധിന്യായം വന്നാൽ ആ വിധിന്യായത്തിൻ്റെ പുറത്ത് ആരെങ്കിലും അയോഗ്യത കൽപ്പിച്ചാൽ അപ്പലേറ്റ് അതോറിറ്റി വേണമെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി ആകട്ടെ. അത് ആരാകേണ്ടത്? അപ്പലേറ്റ് അതോറിറ്റി ഹൈക്കോടതി ആകണം, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചാകണം. അതിന് പകരം ഞാൻ അഴിമതി കാണിച്ചാൽ, എൻ്റെ മന്ത്രി അഴിമതി കാണിച്ചാൽ ഞാനതിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ, മുഖ്യമന്ത്രി അഴിമതി കാണിച്ചാൽ എനിക്ക് മെജോറിറ്റിയുള്ള നിയമസഭ ചെയ്യുമെന്ന് പറയാൻ മോക്കറിയല്ലേ ഇത്? ഇതിനേക്കാളും ഈ ലോകായുക്ത ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ സുപ്രീം കോടതിയെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ജുഡീഷ്യറിയുടെ അപ്പെക്സ് ബോഡി ജുഡീഷ്യറി ആയിരിക്കും. നിരവധി സുപ്രീം കോടതി വിധികളുണ്ട്. അപ്പോൾ ലോക്പാലിലാകട്ടെ, കേരളത്തിനൊരു വലിയ നിയമമുണ്ട്. നമ്മൾ അഴിമതിക്കൊക്കെ അതീതരാണ്, അഴിമതി നടക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നപ്പോൾ ആ നിയമത്തിനെ അട്ടിമറിച്ചത് പിണറായി വിജയന് വേണ്ടി മാത്രമാണ്. ജലീലിനുണ്ടായ അനുഭവം തനിക്കുണ്ടാവരുതെന്ന് കരുതി തിരക്കിട്ട് ഒരു നിയമം പാസ്സാക്കിയപ്പോൾ ജനങ്ങളോടൊപ്പം ഗവർണർ നിന്നു. ഞാൻ ഗവർണറെ അഭിനന്ദിക്കുകയാണ്. ഗവർണർ ആ കാര്യം രാഷ്ട്രപതി അറിയിക്കുന്നു. രാഷ്ട്രപതി രാഷ്ട്രപതി ഒപ്പിട്ടു എന്നുള്ളതാണല്ലോ വാർത്ത. രാഷ്ട്രപതിയുടെ ആ നടപടി എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും രാഷ്ട്രപതി നിയമസഭ പാസ്സാക്കിയ നിയമം നിങ്ങൾ പാസ്സാക്കി കൊടുക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് നിയമപരമായി ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾക്കൊരു അറിയാം. തീർച്ചയായിട്ടും ഞാനിപ്പോൾ അറിയിക്കുന്നു, ഈ ആക്ട് ഗവർണർ എന്തായാലും ഒപ്പിടും. ഗവർണർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ നിയമം, ഈ അമെൻമെൻറ്റ് തീർച്ചയായിട്ടും കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം സുപ്രീം കോടതിയുടെ വിധിയുടെ വയലേഷനാണ്. ഇത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതല്ലാതെ വെറുതെ ഒരു എൻക്വയറി കമ്മിറ്റി അല്ല. അവർക്ക് അപ്പലേറ്റ് അതോറിറ്റി വയ്ക്കട്ടെ, സുപ്രീം കോടതി ഹൈക്കോടതി വയ്ക്കട്ടെ. മുഖ്യമന്ത്രിയുടെ അഴിമതി കണ്ടുപിടിക്കാൻ ലോകായുക്ത എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതൊന്ന്. രണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി നിയമം എന്തിന് ഭേദഗതി ചെയ്യുന്നു? 1937 മുതൽ കേരളത്തിൽ നിലനിൽക്കുന്ന ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. ചാൻസലർ സർവകലാശാല ഭരിക്കുമെന്ന് പറയുമ്പോൾ ഗവർണർക്ക് വിവരമില്ല, മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിക്കാണ് വിവരമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാനത്തൊരാളിനെ ഇരുത്തിയാൽ, എന്തായാലും ബിന്ദുവും ശിവൻകുട്ടിയൊക്കെ വിദ്യാഭ്യാസ മന്ത്രിമാരാണല്ലോ, ഇവരുടെ വിവരത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മൾ ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയെ ബഹുമാനിക്കുന്നു. ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനം ഗവർണർ ചാൻസലർ ആയിരിക്കണമെന്ന് തീരുമാനിച്ചത് മുമ്പിരുന്നവരെല്ലാവരും വിഡ്ഢികളായതുകൊണ്ടല്ല. ഇവിടെ സർവകലാശാലയിൽ തോന്നിയതുപോലെ ഇവർക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കണം.
വൈസ് ചാൻസലർമാരെ നിയമിച്ചെങ്കിലേ മന്ത്രിമാരെ MLA-മാരെ ഭാര്യമാരെ പ്രൊഫസർമാരായിട്ട് നിയമിക്കാനൊക്കെ ഉള്ളൂ. വെറും രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം മാറ്റിയപ്പോൾ ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു. കേരളത്തിലെ സർവകലാശാലയിൽ ചാൻസലർ മാറാൻ പാടില്ല, ഗവർണർ ആയിരിക്കണം. സർവകലാശാല ക്വാളിറ്റിയുള്ള വൈസ് ചാൻസലർമാർ വരണം. പക്ഷേ പാർട്ടി സഹാക്കന്മാരെ വൈസ് ചാൻസലറാക്കാൻ വേണ്ടിയാണ് ഈ നിയമം ഭേദഗതിയെങ്കിൽ ആ നിയമം രാഷ്ട്രപതി വിത്യടയാൻ തീരുമാനിച്ചെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഗവർണർക്ക് പരമാധികാരമുണ്ട്. ഗവർണർ നിഷ്പക്ഷമായി, ഞാനിത് പറയുമ്പോൾ നിഷ്പക്ഷമായി എന്ന് പറയാൻ കാരണം സർവകലാശാലയിൽ രാഷ്ട്രീയം പാടില്ല, അത് ചുവപ്പുവൽക്കരണവും പാടില്ല, കാവ്യവൽക്കരണവും പാടില്ല, ത്രിവർണ്ണവൽക്കരണവും പാടില്ല. നിഷ്പക്ഷമായി ക്വാളിറ്റിയുള്ളവരെ വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറോട് നിൽക്കും. രാഷ്ട്രീയമില്ലാതെയാണ് ഈ കാര്യങ്ങൾ ഇടപെടുന്നത് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദ്യം ചെയ്തിരിക്കും. അല്ല, സിൻഡിക്കേറ്റിലേക്ക് BJP അനുഭാവികളെ അല്ലെങ്കിൽ ABVP പ്രവർത്തകരെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം നേരത്തെ വാർത്ത വന്നതാണല്ലോ. ആ ഘട്ടത്തിലൊന്നും നിങ്ങൾക്ക് എതിർപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, എതിർപ്പില്ല. കാരണം സിൻഡിക്കേറ്റിലേക്കും സെനറ്റിലേക്കും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പൊളിറ്റിക്കലാണ്. മുൻകാലങ്ങളിലെ സിൻഡിക്കേറ്റ് കോൺഗ്രസ് UDF LDF ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ ആൾക്കാരെയാണ് സിൻഡിക്കേറ്റിനും സെനറ്റിനും തീരുമാനിക്കുന്നത്. ഇവിടെ തന്നെ നമ്മുടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് 6 വിദ്യാഭ്യാസത്തിൽ 3 പേരെ എടുത്തു. ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല. 51 ക്രിമിനൽ കേസിൽ പ്രതികളാണ്, വിദ്യാഭ്യാസ വിചക്ഷണരാണ്. അത് CPM-ൻ്റെ താല്പര്യമാണ്. അതുപോലെ ചാൻസലറുടെ നോമിനി എടുക്കേണ്ടത് ഗവൺമെൻറ് അല്ല, ചാൻസലറാണ്. ചാൻസലർ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെടുത്തിരിക്കും. ഇവിടെ എടുത്ത് BJP-ക്കാരെയാണ്. BJP-ക്കാരുടെ ക്വാളിറ്റി ഉണ്ടോ എടുക്കട്ടെ. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. CPM കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരാണല്ലോ എടുക്കുന്നത്. ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ മാറി മാറി വരുമ്പോൾ ആ രൂപത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ഗവർണർക്ക് ആ രൂപത്തിൽ പ്രവർത്തിക്കാമോ എന്നതായിരുന്നു എന്റെ ചോദ്യം ചാൻസലർക്ക്. പക്ഷേ അതെ, ഞാൻ പറയുന്നത് ചാൻസലർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. വൈസ് ചാൻസലർമാർ നിയമനം നിഷ്പക്ഷമായിരിക്കണം. സിൻഡിക്കേറ്റിനകത്ത് ഏത് പ്രതികളും വരാം. അത് മുമ്പും വന്നിട്ടുണ്ട്, ഇനിയും വരും. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.